ഹലോ, ഇന്ന് നമുക്കൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ? ഇത് വളരെ സ്പെഷ്യലായ ഒരു ഗോതമ്പ് ദോശയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് ഒരു 2 അല്ലെങ്കിൽ 3 വറ്റൽമുളകും 4-5 വെളുത്തുള്ളിയും മൂപ്പിച്ചിട്ട് അതിലേക്ക് 2 വലിയ സവാളയും 3 തക്കാളിയും വലുത് തന്നെയാണ് അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കണം സ്പൂൺ കൊണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത് അപ്പോഴത്തേക്ക് ചൂടടിക്കുമ്പോഴത്തേക്ക് തക്കാളിയുടെ നീരിറങ്ങി വരാൻ തുടങ്ങും. നീരിറങ്ങി ഇത് നന്നായിട്ട് വാടാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കാം. പുളിയും ചേർത്തിട്ട് നന്നായി ഇളക്കുക. തക്കാളിയുടെ പുളിയുടെ ടേസ്റ്റ് കൂട്ടാനാണ് പുളി ചേർക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് ഇതേപോലെ വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് അതിനെ വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ട് വേവണം. തക്കാളിയും ഉള്ളിയും വെന്ത് നല്ല കുഴയുന്ന പരുവമാവും. അപ്പോഴത്തേക്ക് ഈ പരുവമായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് തണുക്കുന്ന സമയത്ത് നമുക്ക് മാവ് തയ്യാറാക്കാം. അതിലേക്ക് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് ഞാൻ 1 ഗ്ലാസ് ഗോതമ്പ് മാവാണ് ചേർത്തത്. അതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്തത് 1 സ്പൂൺ അരിപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി ചേർക്കുക. അത് ചേർത്തിട്ട് 2 സ്പൂൺ റവ അതും ചേർത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് ആദ്യം വെള്ളം ഒഴിക്കാതെ ഇതെല്ലാം ഒന്ന് മിക്സാക്കി. 2 സ്പൂൺ റവയെ ചേർക്കാവുള്ളൂ. ഈ 1 ഗ്ലാസ് ഗോതമ്പ് മാവിന് 1 സ്പൂൺ അരിപ്പൊടിയും മതി. കാരണം അരിപ്പൊടി ചേർക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആവും, റവയൊക്കെ ചേർക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആവും, അതിനാണ്. എന്നിട്ട് ഇതേപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിതിനെ ഒന്ന് ദോശയുടെ പരുവത്തിൽ കലക്കിയെടുക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് കലക്കി മാറ്റി വയ്ക്കുക. മാവ് നോക്ക്, ഒരുപാട് വെള്ളം കൂടി പോകാതെ നമ്മൾ അതിനാണ് കുറേശ്ശെ വെള്ളം ചേർക്കാൻ പറഞ്ഞത്. ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ നമ്മളിതിനെ കലക്കിയെടുക്കണം. നന്നായിട്ട് കലക്കിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ കോരി ഒഴിക്കുന്ന പരുവം നോക്കണം. അപ്പോഴത്തേക്ക് ആ ദോശയുടെ പരുവം ആകുമ്പോൾ നമുക്കിതിനെ അങ്ങോട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ആ അടച്ചു വയ്ക്കുന്ന സമയത്തേക്ക് നമ്മൾ തണുക്കാനെടുത്ത് വെച്ച തക്കാളിയും ഉള്ളിയും തണുത്തിരിപ്പുണ്ടാവും. അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർക്കാം. അതിലേക്കിട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കണ്ട, ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ പേസ്റ്റ് പോലെ അങ്ങ് അരയണ്ട, കുറച്ച് തരിയായിട്ട് ഈ പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഇങ്ങനെ അരച്ചെടുത്ത് അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഒരു 2-3 സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കതുകൂടെ കലക്കി ഇതിലേക്ക് ഒഴിക്കാം. കൂടുതൽ ഗ്രേവി ആയിട്ട് എടുക്കുന്ന ചട്നി അല്ല ഇത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അല്പം കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിച്ചൊഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ദോശയ്ക്കൊപ്പം കഴിക്കാനുള്ള ചട്നി റെഡിയായി. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്, തയ്യാറാക്കി നോക്കണം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതേ മാവ് നോക്കാം. മാവ് നല്ല പരുവായിട്ടാണ് ഇരിക്കുന്നത്. അഥവാ കട്ടിയായിട്ട് തോന്നുകയാണ്, റവ കുതിർന്നിട്ട് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മാവിനെ ലൂസാക്കി എടുക്കാം. ഈ പരുവത്തിലുള്ള മാവാക്കിയിട്ട് നമുക്ക് ദോശ കല്ലടുപ്പിൽ വയ്ക്കാം. അതൊഴിച്ചിട്ട് അതിൻ്റെ ചൂട് ക്രമീകരിക്കുക. ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂയോ കൊണ്ട് തുടച്ചിട്ട് നമുക്ക് ഇതുപോലെ പരത്തി ചുട്ടെടുത്താൽ മതി. ഭയങ്കര സോഫ്റ്റായ ദോശയാണ് നമുക്ക് ഗോതമ്പിൽ ഇതുപോലെ കിട്ടുന്നത്. സാധാ ഗോതമ്പ് ദോശ പോലെയല്ല, ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഗോതമ്പ് ദോശ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് അത്ര സോഫ്റ്റാണ്, നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. അതോടൊപ്പം ഈ ഒരു തക്കാളി ചട്നി അല്ലെങ്കിൽ തേങ്ങാ ചട്നി ആവും. ഈ തക്കാളി ചട്നി ഇതിന് ഭയങ്കര സൂപ്പറാണ്. ഇതിനോടൊപ്പം എന്നല്ല, ഇഡലി മറ്റേ ദോശ അരിദോശ ആയാലും ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ നോക്കൂ ദോശ എത്ര സോഫ്റ്റാണെന്ന്. ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ.